അങ്ങ് ദയവായി തുടരണം. ഇപ്പോൾ അവിടെ ഈ ദുരന്തബാധിതരായ മനുഷ്യർ ആ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. VS രഞ്ജിത്ത്, EK വിജയൻ MLA നമുക്കൊപ്പമുണ്ട്. നമുക്കൊപ്പമുള്ള ദുരന്തബാധിതരായ മനുഷ്യർ അവർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് എന്താണ്? എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തു വരുന്നു എന്നാണ് MLA പറയുന്നത്. അവിടെ സുജയ, ഇപ്പോൾ അവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അവരെ മാറ്റിപ്പാർപ്പിക്കാൻ, നിങ്ങൾ വാടക വീട് കണ്ടെത്തുമ്പോൾ മാറ്റിപ്പാർപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇപ്പം കണ്ടെത്തിക്കോ, അവർ അതിന്റെ ബാക്കി സംവിധാനങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടെത്താൻ എത്ര ദിവസം വേണ്ടിവരും? നിങ്ങൾ അതുവരെ എവിടെ താമസിക്കും? അതുവരെ ഇപ്പൊ സുഹൃത്തുക്കളുടെ വീട്ടിൽ അങ്ങനെ പോയി തങ്ങുമല്ലാണ്ട് വേറെ എവിടെ? എത്ര ദിവസം വേണ്ടിവരും? അവിടെ പോയാൽ വാടക വീടുകൾ ഒഴിവുണ്ടോ അവിടെ നിങ്ങൾക്ക് മാറി താമസിക്കാൻ? ഒന്നും ഉറപ്പില്ല, അതിനൊന്നും ഉറപ്പ് പറയാനാവുകയില്ല. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ആരെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കൂടെ നിന്നിട്ട് നോക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇപ്പോൾ വാടക വീട് കണ്ടെത്തുകയാണെങ്കിൽ ഈ പറയുന്ന 4 കുടുംബങ്ങൾ അവരുടെ സ്വന്തം നിലയ്ക്ക് വാടക വീട് കണ്ടെത്തിയാൽ മാറ്റിക്കൊടുക്കാമെന്നാണ് പറയുന്നത്. അർജുൻ, ഇപ്പോൾ ഒരു ആശ്വാസം എന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ടോ കാര്യങ്ങൾ? എന്താണ്? അതായത് ഇവർ പറയുന്നത് താൽക്കാലികമായ രീതിയിൽ ഒരു ക്വാർട്ടേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇവർക്ക് കുറേ ദൂരെയാണ്, നരിപ്പറ്റ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലല്ല, നരിപ്പറ്റ പഞ്ചായത്തിലാണ്. അപ്പോൾ ആ നരിപ്പറ്റ പഞ്ചായത്തിൽ ഇവർക്ക് ഈ സ്ഥലത്ത് വിലങ്ങാടൊക്കെ എത്തുന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇവർ പറയുന്നത് ഈ വിലങ്ങാട് പ്രദേശത്ത് തന്നെ വീടുകൾ, ഇവരുടെ പരിചയത്തിലുള്ള വീടുകൾ, തൊഴിൽ ഒക്കെ പറയുന്ന വയലങ്ങാട് ഭാഗത്താണ്. അപ്പോൾ അവർക്ക് എത്തിപ്പെടാനുള്ള സൗകര്യമൊക്കെ പഞ്ചായത്ത് അധികൃതർ നമ്മളെ വാടകയ്ക്ക് വീടെടുത്ത് നമ്മളുമൊക്കെ വാടക വീടുകളിൽ താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ളവരാണ്. ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഒരു തവണയെങ്കിലും ഒരു വാടക വീട്ടിൽ താമസിച്ച അനുഭവം ഉണ്ടാകും. അപ്പോൾ 3 മാസത്തെയെങ്കിലും വാടക അഡ്വാൻസ്, ചിലയിടങ്ങളിൽ 6 മാസത്തേത് കൊടുക്കണം. അങ്ങനെ ഈ വാടക അഡ്വാൻസ് ഒക്കെ എല്ലാം ഒഴുകിപ്പോയ മനുഷ്യർ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്? അതടക്കം പഞ്ചായത്ത് ഉറപ്പാക്കുമോ? വീട് കണ്ടെത്തിയാൽ മാത്രം മതിയോ? കണ്ടെത്താൻ തന്നെ ആ മനുഷ്യരോട് പറയുന്നത് ക്രൂരതയാണ്. 15 ദിവസമായി വീടും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരോട് നിങ്ങൾ പോയി വീട് കണ്ടെത്തിക്കോളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു. ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിക്കൂ, ഈ അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ അവർ രൊക്കം തുക കൊടുക്കുമോ എന്ന്. അല്ല, ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഈ വാടക വീട്ടിലേക്ക് ഇവർ വാടക വീട് കണ്ടെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാടകയ്ക്ക് പോകുമ്പോൾ അഡ്വാൻസ് തുക കൊടുക്കേണ്ടി വരും അല്ലേ? അത് എവിടെ നിന്ന് കണ്ടെത്തുന്നു? അഡ്വാൻസ് തുക നമുക്ക് അവരോട് സംസാരിച്ച് ഒഴിവായി കിട്ടുമായിരിക്കും. പക്ഷേ മറ്റുള്ള വാടക കാര്യങ്ങൾ സർക്കാർ എന്തെങ്കിലും ചെയ്തു തരണം. അല്ലാണ്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക് വീട് കണ്ടെത്തുന്നവരെ എവിടെ താമസിക്കുന്നതാണ്? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് തൽക്കാലം മാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വാടക ഇപ്പോൾ അഡ്വാൻസ് ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്ത സ്ഥലത്തായതുകൊണ്ട് അഡ്വാൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ്. പക്ഷേ വാടകയുടെ കാര്യത്തിൽ 2-3 മാസത്തെ വാടക വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പാക്കേണ്ടതാണ്. അത് ഉറപ്പാക്കാൻ പഞ്ചായത്ത് ഇടപെടുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമല്ല, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ അതിൽ ശക്തമായി ഇടപെടേണ്ടതാണ്. ഇന്ന് രാവിലെ സംഭവിച്ച വീഴ്ച എന്ന് പറയുന്ന ഈ 4 കുടുംബങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ കുടുംബങ്ങളെ കൈകാര്യം ചെയ്യാൻ അവിടുത്തെ ഒരു മെമ്പർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഴ്ച. ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇവിടെ മെമ്പർ മാത്രമല്ല, പഞ്ചായത്ത് ജനപ്രതിനിധികളോടൊപ്പം തന്നെ അതിൽ കൃത്യമായ ഉത്തരവാദിത്തം വഹിക്കേണ്ടുന്ന റവന്യൂ വകുപ്പിൻ്റെതായിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് എത്രയൊക്കെ അപ്പുറം ഇപ്പുറവും അത് റവന്യൂ ആണ് പഞ്ചായത്താണെന്ന് പറയെങ്കിൽ കൂടി ഇതിനകത്ത് ചുമതല വഹിക്കേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇവരെല്ലാവരും തന്നെ സ്കൂളിലെ HM വന്ന് നമ്മളോട് സംസാരിച്ച് അതിനുശേഷം ഇവരെ അവിടെ ക്ലാസ് തുടങ്ങേണ്ടതാണ് ഇവരോട് പറയുന്നത്. ഇവരെല്ലാം തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള അരിയും സാധനങ്ങളും, ഇവർക്ക് പലയിടങ്ങളിൽ നിന്നായി കിട്ടിയിട്ടുള്ള കുറേ വസ്തുക്കളും, ഇവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സാധനങ്ങളും ഇവിടുത്തെ സ്കൂളിൻ്റെ വരാന്തയിലേക്ക് മാറിയിരിക്കുകയാണ്. അതൊരു ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. ആ ദയനീയമായ അർജുൻ, ഞാൻ ഇടപെടുകയാണ്. നമുക്കിപ്പം നാദാപുരം MLA CK വിജയൻ തുടരുന്നുണ്ട്. ശ്രീ CK വിജയൻ, ഇപ്പോൾ പഞ്ചായത്ത് ഈ വാടകയുടെ കാര്യത്തിൽ ഒരു EK വിജയൻ ഇപ്പോൾ ഈ വാടകയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതിൽ അങ്ങേക്കും അറിയാമല്ലോ, അത് കൃത്യമായി ഇവരുടെ കൈകളിലേക്ക് എത്തുക, അവരോട് പോയി കണ്ടെത്താൻ പറയുന്നു. അവരിപ്പോൾ സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറാം എന്നൊക്കെയാണ് പറയുന്നത്, മറ്റെങ്ങും പോകാനില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒപ്പം നിൽക്കാൻ ഒരു ഉദ്യോഗസ്ഥരെയെങ്കിലും അയച്ചുകൂടെ MLA? പറയാം. അവിടെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് എന്നെ വിളിച്ചിരുന്നു, പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അവരപ്പോഴേക്ക് നിങ്ങളുടെ ചാനല് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഈ മെമ്പറും വൈസ് പ്രസിഡന്റും ഈ സ്കൂളിലുണ്ട് ഓൾറെഡി. ആ പഞ്ചായത്തിന്റെ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂളിലുണ്ട്. അവരെന്നെ വിളിച്ചിരുന്നു. അപ്പം ഇപ്പൊ ആൾക്കാരും അവിടെ എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം സൂചിപ്പിച്ചു പറഞ്ഞല്ലോ, നാളെ വളരെ വിപുലമായ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. മൊത്തം വീടുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതിൽ സൗജന്യമായി കിട്ടുന്നതുണ്ടാവും, വാടകയ്ക്ക് കിട്ടുന്നുണ്ടാവും, അതിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ എത്ര വീടുകൾ എന്നതിനുള്ള കണക്കെടുപ്പുകളൊക്കെ തയ്യാറാക്കി വരുന്ന മുറയ്ക്കാണ് ഈ നടപടികൾ നമ്മൾ സ്വീകരിച്ചത്. അപ്പൊ നാളത്തെ യോഗത്തിലൂടെ ഇതിന് പരിപൂർണമായ പരിഹാരം ഉണ്ടാവും. ഇവർക്ക് ഇന്നലെ നമ്മൾ 2 ക്യാമ്പ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ ക്യാമ്പിൽ ഇവർ പോകാൻ തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഒന്ന് എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യരല്ലേ, അവർക്ക് ക്യാമ്പ് എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും ഈ ദുരിതത്തെ കുറിച്ച് തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ. 15 ദിവസമായില്ലേ, നമ്മൾ വീണ്ടും അത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ
ക്യാമ്പ് ആരംഭിക്കുന്നു, ഇന്നൊരു ദിവസം ആ സ്കൂളിൽ തന്നെയുള്ള വേറൊരു ഹാളിലേക്ക് മാറണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വേറെ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ മനുഷ്യർ നമ്മുടെ മുന്നിൽ വന്ന് ദുരിതം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് നിൽക്കേണ്ടി വന്നത്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. നാളെ സർവകക്ഷി യോഗം വിളിച്ച് മൊത്തം വീടുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ്. പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർക്കാരിന്റെ പ്രതിനിധികളും എല്ലാം ചേർന്നുണ്ട്. അങ്ങേക്ക് ഇവരുടെ ദുരിതം അറിയാം. അങ്ങ് ഈ പുഴയിലെ മരങ്ങളുടെ കണക്ക് വരെ ഈ യോഗത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അങ്ങയോട് ഞാൻ ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. അതായത് നമുക്ക് ഒരു മാധ്യമം എന്ന നിലയിൽ അങ്ങയോട്, അതായത് ചെയ്തു തരുമെന്ന് ഉറപ്പുള്ള ഒരാളോടല്ലേ പറയാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതെ, അത് പരിഹരിക്കും. ഗവൺമെന്റ് മുമ്പാകെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് 20 വരെയുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളും കൃത്യമായ കണക്ക് പരിശോധിക്കണ്ടേ. ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് തയ്യാറാക്കാൻ 20-ാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാക്കേജിനെ കുറിച്ചാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കളക്ടർ എന്നായിരിക്കും റിപ്പോർട്ട് തരിക? കളക്ടറോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നല്ലോ. അതെ, അല്ല, കളക്ടറാണത് കൺസോൾട്ടേറ്റ് റിപ്പോർട്ട് ആക്കേണ്ടത്. അതിന് 20-ാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ കെ വിജയൻ പ്രതികരിച്ചതിന്. നമുക്കൊപ്പം വി എസ് രഞ്ജിത്തും അർജുൻ കല്യാടും തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് MLA പറയുന്നത്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഇടപെടൽ വേഗത്തിലാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തഹസിൽദാർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ വാർഡ് മെമ്പർമാരും സജീവമായി ഇടപെടുന്നു. ഏതായാലും വാടക വീട് ഇവരോട് തന്നെ കണ്ടെത്താനും ആ വാടക വീട്ടിലേക്ക് മാറ്റാനുമുള്ള സജ്ജീകരണം ഒരുക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറാനുള്ള സംവിധാനം ഇവർ ഓരോരുത്തരും കണ്ടെത്തിയിട്ടുണ്ട്. ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും മാറാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 2 ദിവസത്തിനകം വാടക വീട് സജ്ജീകരിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം അർജുൻ കല്യാടും വാടക വീടുകൾ കിട്ടാതെ ക്യാമ്പിൽ തുടരണം എന്ന ആവശ്യം ഉയർന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയത്. ആ കുടുംബങ്ങൾക്ക് താമസത്തിന് സൗകര്യം ഒരുങ്ങുന്നു എന്നുള്ളത് നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇടപെടലാണ് വാർത്ത. ആ ഇടപെടൽ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.